രാവിലെ നമ്മള് കോളേജിൽ പോകുന്ന വഴിക്ക് നമ്മളൊരു സാധനത്തിനെ കണ്ടത് കിടക്കും നോക്കിയേ. രാവിലെ തന്നെ ജയ്ഗുരു ഗ്യാങ്സ്റ്ററിനെ കണ്ടപ്പോൾ പ്രത്യേക ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അതും എൻ്റെ കോളേജിൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു വണ്ടി അവിടെ കിടക്കണം കണ്ടിട്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ. ഇനി അങ്ങോട്ടുള്ള ഡേയ്സ് ഒന്നും നമുക്ക് ലീവ് പോലും എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, ലീവ് എടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ വന്നിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടല്ല നമുക്കൊരു കിണ്ടിയും മനസ്സിലാവില്ല. അത്രയും ടഫായിട്ടുള്ള ലെസൺസിൽ കൂടെയാണ് ഇപ്പം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ സാറിന് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ സീഡ് പോയ സ്കുരലിനെ പോലെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ സാറ് ചോദിക്കും ഒന്നും മനസ്സിലായില്ലല്ലേന്ന്. അപ്പം തന്നെ ഞങ്ങൾ പറയും ഒന്നും മനസ്സിലായില്ലെന്ന്. പാവം ഞങ്ങളുടെ സാറ് ഞങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് 2-3 പ്രാവശ്യമെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ അത് കുഴപ്പമില്ലാന്ന് എനിക്കും തോന്നാറുണ്ട്. കാരണം റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴത്തേക്കും നമ്മുടെ തലയിലോട്ട് വീണ്ടും വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ടിട്ട് ഒട്ടും തന്നെ ബോറടി ഇല്ല കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ വേറൊരു ഞെട്ടിക്കുന്ന ഒരു കാര്യം ഞാൻ അറിഞ്ഞു ഗൈസ്. കാര്യം ഡിപ്ലോമ ആണെങ്കിൽ പോലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ തോറ്റു കഴിഞ്ഞാൽ സപ്ലൈ ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം. ഇന്ന് ഞാൻ ആ നഗ്ന സത്യം അറിഞ്ഞു ഗൈസ്. എന്തായാലും ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ ഇന്ന് പഠിച്ചത് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനായിരുന്നു. ഇനി അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡീസൽ എഞ്ചിനെ പറ്റിയിട്ടാണ് കേട്ടോ. എന്തായാലും നാളെ മിക്കവാറും ഡീസൽ എഞ്ചിനായിരിക്കും നമ്മൾക്ക് പഠിപ്പിക്കുന്നത്. എന്തായാലും ഓരോ ദിവസം എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അടുത്ത എന്താണ് പഠിപ്പിക്കുന്നത്, അടുത്ത എന്താണ് നമ്മൾ അറിയാൻ പോകണമെന്നൊക്കെ ഓർത്തിട്ട്. അങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ ബിലാലിൻ്റെ കടയിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ പോയിട്ടൊരു കോഫി കുടിക്കുമ്പോൾ ഒരു ഫീല്, അതും രാവിലെ, അത് വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് 3 പേർക്കും കാറൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടിട്ട് ഞങ്ങൾ 3 പേര് ഞങ്ങൾ ബൈക്കിനാണ് പോയത്. ബൈക്കിന് പോകുമ്പോഴത്തേക്കുള്ള ഒരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ. അതും രാവിലെ ഇപ്പോൾ കുറച്ചും കൂടെ തണുപ്പും കൂടെയൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നൈസാണ്. പിന്നെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും വർക്കിന് പോകണം. അതുകൊണ്ട് കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ.